ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നല്ല അടിപൊളി കിടിലമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പരീക്ഷ അങ്ങോട്ട് അടുത്തിട്ടുണ്ട്. പരീക്ഷ വേണ്ടിയിട്ട് വന്നിരിക്കുകയായിരിക്കുമല്ലേ നിങ്ങൾ? പരീക്ഷയ്ക്ക് എല്ലാവരും വന്നിരിക്കും. ഓക്കെ, പഠിക്കുക, എന്തായാലും ഉഷാറാവട്ടെ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ വീണ്ടും അതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. നിങ്ങളുടെ ബ്രിഡ്ജ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ആ മെറ്റീരിയലിൻ്റെടാ, അതായത് ഇക്കൊല്ലം നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റർ ഒഴിവാക്കി, ആ ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് പകരം കൊണ്ടുവന്ന കുറച്ച് ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. ആ ബ്രിഡ്ജ് മെറ്റീരിയലിലെ ചില സാധനങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ആണ്. ഉറപ്പായിട്ടും മുഴുവൻ നിങ്ങൾ കാണണം. ലൈക്ക് അടിക്കാത്തവരിൽ ആദ്യം തന്നെ ലൈക്ക് അടിച്ചേ. കാരണം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ക്ലാസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സൊക്കെ അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വേറെ ലെവൽ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സാറോട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID സാറോട് എന്ത് ചെയ്യണം? പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് മാക്സിമം ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം? റീപ്ലൈ തരാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യാം? റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. തിരക്ക് കഴിഞ്ഞിട്ട് സാവധാനം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും തരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാക്സിമം ഓക്കെ. അപ്പോൾ മറക്കണ്ട, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതേ നമ്മൾ ബ്രിഡ്ജ് മെറ്റീരിയലിലെ ആദ്യത്തെ സാധനമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിഡ്ജ് മെറ്റീരിയൽ, ഒന്നാമത്തെ ബ്രിഡ്ജ് മെറ്റീരിയലിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ത്രികോണ പരപ്പ്, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. കുറച്ച് കോൺസെപ്റ്റ് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ പഠിക്കാം, ശേഷം നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ത്രികോണ പരപ്പ് ചോദ്യത്തിൽ ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ല, ഈ ഒരു സാധനത്തിൽ തന്നെ ഒരു ഇതുണ്ട്. എന്താണത്? ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണ പരപ്പ്. ആദ്യം നമുക്ക് എന്താണ് സാധനം നോക്കാം. ചോദ്യം ഒന്ന് വായിച്ചേ. പാദം 8 സെന്റിമീറ്ററും പരപ്പളവ് 12 സെന്റിമീറ്ററുമായ ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കും? പാദം എത്രയാണെന്ന് പറയുന്നുണ്ട്, 8ഉം അതുപോലെ തന്നെ പരപ്പളവ് 12, അതായത് ഏരിയ 12ഉം ബേസ് 8ഉമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ബേസ് 12 ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബേസ് 8 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ എത്രയാടാ? ഏരിയ 12 ആണ് അല്ലേ? എങ്ങനെയാ ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാം? ഒരു പരപ്പളവ് എങ്ങനെ കാണാം? പരപ്പളവ് ചോദിച്ചാൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് നിങ്ങൾക്ക് അറിയാലോ, ഹാഫ് BH ആണെന്ന്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. അത് 12 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ B 8 ആണെന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ Bക്ക് പകരം നിങ്ങൾ എത്ര കൊടുക്കണം? 8 വെറുതെ കൊടു. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു H ഇല്ല. H കണ്ടുപിടിക്കാനാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. 12. നിങ്ങൾക്കറിയാം എന്ത്? 8ൽ ഹാഫ്, 8ന്റെ ഹാഫ് എത്രയാ? 4. 4H = 12. അപ്പം 4H = 12 ആണെങ്കിൽ H എത്രയാന്ന് കാണണമെങ്കിൽ Hന് ഒറ്റയ്ക്കാക്കിയിട്ട് 12/4 എത്രയാ? 3 സെന്റിമീറ്റർ. ഒന്നുമില്ലടോ, 4ഉം 3ഉം ഹൈറ്റ് 4, ഹൈറ്റ് നമുക്ക് എത്ര എടുക്കാം? 3 എടുക്കാം. ബേസ് ഇവിടെ ഓൾറെഡി ചോദിച്ച് തന്നിട്ടുണ്ട് 8. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഹൈറ്റ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഏരിയ 12 ആണെങ്കിൽ ആ ഏരിയ വെച്ചിട്ട് നമ്മൾ ബേസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അതായത് കൊടുത്തു. Bക്ക് പകരം ഏരിയ കാണാനുള്ള ഇക്വേഷൻ അത് തന്നിട്ടുണ്ട്, 12 ആണെന്ന്. Bക്ക് പകരം 8 കൊടുത്തു. ആ 8ൽ 2 4 അങ്ങോട്ട് പോയപ്പോൾ Hഉം കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു ചിത്രം ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് ചിത്രം വരുന്നത് എന്നുള്ളതൊരു ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം ബേസ് 8 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു വര വരയ്ക്കാം. 8 സെന്റിമീറ്റർ സ്കെയിലിൽ ഒരു വര വരച്ച് ദിസ് ഈസ് 8 സെന്റിമീറ്റർ. ശേഷം നിങ്ങൾ മനസ്സിലാക്കുക, എത്ര സെന്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ വരയ്ക്കണം, ലംബമായിട്ട് ഒരു വര വരയ്ക്കണം. എത്ര? 3 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലംബമായിട്ട് ഒരു വര. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഇതിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളെ പ്രൊട്ടക്ടറൊക്കെ എടുത്ത് ജസ്റ്റ് സ്കെയിലിനോട് നേരെ വരച്ചാൽ മതിടാ, ടെൻഷൻ അടിക്കണ്ട. നേരെ വരച്ചോ. നേരെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ 3 സെന്റിമീറ്റർ ഉള്ള ഹൈറ്റ്. ഓക്കെ, ഇനിയിപ്പം ഒരു കുട്ടി ഇവിടെയാണ് വരയ്ക്കുന്നത്, ഏടെ വരച്ചാലും മതി, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിപ്പോൾ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. കണ്ട, ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? 12 സെന്റിമീറ്റർ
ഏരിയയും ബേസ് 8ഉമായിട്ടുള്ള നമ്മുടെ എന്ത് കിട്ടും? നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് എൻ്റെ നോർമൽ വഴി. പക്ഷേ ഈ ചാപ്റ്റർ എന്തിനാ അവർ കൊണ്ടുവന്ന് അറിയോ? ഇതല്ല കോൺസെപ്റ്റ്, ഇതല്ല കോൺസെപ്റ്റ് വൈസ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, ഒരു കുട്ടി വരച്ച ഹൈറ്റാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ വേറൊരു കുട്ടിക്ക് ഇവിടെ ഇഷ്ടമല്ല, ഈ ഭാഗം ഇഷ്ടമല്ല ആ കുട്ടിക്ക്, ആ കുട്ടിക്ക് വേറെ ഭാഗത്താണ് ഇഷ്ടം. ആ കുട്ടി ഇവിടെ വരയ്ക്കുന്ന വരച്ചോ. പക്ഷെ നേരെ വരയ്ക്കണം, എപ്പോഴും 90 ഡിഗ്രി വരയ്ക്കണം, നേരെ വരയ്ക്കണം, വളയാൻ പാടില്ല കേട്ടോ. അപ്പം നേരെ ഞാൻ എന്ത് ചെയ്യണം, ആ കുട്ടി ഇത് മറ്റേ ഇതാ മെല്ലെ 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 വരച്ചു. കോൺസെപ്റ്റിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും ആ കുട്ടി വരയ്ക്കുക, കണ്ടോ? അപ്പം 2 സാധനങ്ങൾ, 2 ത്രികോണങ്ങൾ കിട്ടി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അവിടെ മനസ്സിലാക്കിക്കോ, ഈ ത്രികോണവും ട്രയാങ്കിളും, ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം അല്ലേ, പരപ്പളവ് സെയിം അല്ലേ? അതാണ് ഐഡിയ. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിള് ബേസിന് ബേസ് മാറാണ്ട്, നോക്ക്, പാദം മാറാതെയാണ് നിൽക്കുന്നത്. ഈ ചങ്ങായി ഏട്ടോ പോകുന്നുണ്ടോ? നോക്ക്, ഈ ട്രയാങ്കിളിൻ്റെ 2 വെർട്ടെക്സുകൾ ഇവിടെ തന്നെയാണ്, ഈ ട്രയാങ്കിളിൻ്റെ 2 മൂലകൾ ഇവിടെ തന്നെയാണ്, 2 സൈഡും ആണോ? അതാ പരിപാടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഐഡിയ. അപ്പം കാണിച്ചു തരാം, ഇതാണ് സംഭവം. നോക്ക്, കണ്ടോ? എവിടെ വരച്ചാലും മതി, പക്ഷേ ഈ സാധനം മാറരുത് എന്നുള്ളൂ. ഏത്? ഈ ബേസ് 8 സെൻറ്റിമീറ്റർ ചേഞ്ച് ആവാതെ, ബേസ് എന്ന് പറഞ്ഞാൽ പാദം ചേഞ്ച് ആവാതെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ 3 സെൻറ്റിമീറ്റർ അകലത്തിൽ, അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൈറ്റ് എത്രയാണെന്ന് ഇവിടെ കിട്ടിയല്ലോ, 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ചിട്ട്, ആ ലൈൻ വരച്ചിട്ട് നമുക്കൊരു എന്ത് ചെയ്യാം? ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ആ പാരലൽ ലൈനിൽ നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം, ട്രയാങ്കിൾസ് ഉണ്ടാക്കിയെടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതും പറ്റും. ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ഒക്കെ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതായത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് ഈ ട്രയാങ്കിൾ കണ്ടോ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാലും എത്രയാണ്? ഇപ്പം പറഞ്ഞ മാതിരി തന്നെ 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ കണ്ടോ, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാലും 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ 12 ആണ്, ഈ ട്രയാങ്കിൾ 12 ആണ്, ഈ ട്രയാങ്കിൾ ഒക്കെ 12 ആണ്. കാരണം അതിൻ്റെ ഹൈറ്റ് എത്രയാടാ? 3ഉം ബേസ് എത്രയാടാ? 8ഉം ആണ്. ഇതാണ് ലോജിക്ക്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു വരച്ചോ. ഞാനിപ്പോൾ സെൻറ്റിമീറ്റർ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആട്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു, ഇത് വേറെ ക്വസ്റ്റ്യനാണ്. ഞാനൊരു വര വരച്ചു, എന്നിട്ട് ആ വരയ്ക്ക് സമാന്തരമായിട്ട് മറ്റൊരു വര, പാരലലായിട്ടൊരു വര. ഈ വരയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. പാരലൽ ലൈനിലെ താഴെയുള്ള വരയാണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് വേണേൽ പേര് കൊടുക്കാം AB. എന്താ പേര് കൊടുക്കുന്നത്? AB. ആ AB എന്ന് പറഞ്ഞ വരയിൽ, ആ വരയിൽ തന്നെ നിൽക്കണേ. എന്താ നോക്ക്, ഇങ്ങനെ ഒരു ഇത് വരച്ചു, ട്രയാങ്കിൾ ഉണ്ടാക്കിയില്ലേ? നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാതെ ABC. ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു. ആ ഏരിയ തന്നെ ആയിരിക്കും അടുത്ത വരയ്ക്കുന്ന വേറൊരു വര ഇരിക്കുന്നത്. നോക്ക്, വേറൊരു കളർ എടുക്കുക. അതാ കണ്ടോ, ബേസ് മാറരുതേ, കണ്ടോ? ആ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യണം, കണ്ടോ? ഇവിടെ ടച്ച് ചെയ്യണം, സമാന്തര വരയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ എയും ബിയും മാറാനും പാടില്ല. അപ്പോൾ ഈ 2 ഏരിയാസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, പരപ്പളവുകൾ തുല്യമായിരിക്കും. ഇനിയിപ്പോൾ വേറൊരു കുട്ടിക്ക് ഇവിടെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൽ ആ കുട്ടി നേരെ എങ്ങോട്ടാണ് ചെയ്യുന്നത്? ആ കുട്ടി ഇവിടെ ചെയ്യേണ്ടി വരും, കണ്ടോ? ഇതും ഒരു പാരലൽ ലൈനാണ്, ആ പാരലൽ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. വേണമെങ്കിൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളൊക്കെ നോക്ക്, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ഏരിയ ഓഫ് ABCയും ഏരിയ ഓഫ് ABDയും ട്രയാങ്കിൾ ABD. അതുപോലെ തന്നെ പരപ്പളവ്, ഏരിയ ഓഫ് ഏതിൻ്റെ പരപ്പളവും? ABEയും. ഇതിൻ്റെയൊക്കെ പരപ്പളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഹൈറ്റും ഈ ബേസ് എന്ന് പറയുന്ന ഈ ABയും മാറുന്നില്ല. അത് മാറാത്തിടത്തോളം കാലം ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ പാരലൽ ലൈനിൻ്റെ ഒരു പ്രത്യേകതയാണത്, സമാന്തര വരയുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊന്ന് വരയ്ക്കാനായിരിക്കും ചോദിക്കാം മിക്കവാറും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യങ്ങളൊന്ന് സ്വന്തം ഒന്ന് വരച്ച് നോക്ക്. പാദവും പരപ്പളവും മാറിയാലും ഇതുപോലെ തന്നെ വരയ്ക്കാമല്ലോ. ഓക്കെ, പാദം മാറിയാലും കുഴപ്പമില്ല, പക്ഷെ പരപ്പളവ് ഇതെന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമുക്ക് ഇതുപോലെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്
ഓക്കെ, ആ ചോദ്യം ഞാൻ വ്യക്തമാക്കി തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിലൂടെ വരാലോ. ഇതൊക്കെ സെയിം ആണോ? ഒന്നുമില്ല. ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളൊക്കെ എന്തായിരിക്കും? ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാദം ബേസ് 9 സെൻറ്റിമീറ്ററും ഏരിയ 18 ബേസും ഏരിയ പരപ്പളവും കിട്ടിയ ഹൈറ്റ് ഇങ്ങ് കിട്ടൂലേ? ഹൈറ്റ് 4 ആയിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. നേരത്തെ ഞാൻ കണ്ടുപിടിച്ചു. ഹാഫ് ബി എച്ച് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ ചെയ്തു? ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഇവിടെ ഏരിയ 18 അല്ലേ? സിമ്പിൾ അല്ലേ? എന്നിട്ട് ബിക്ക് പകരം 9 കൊടുക്കുക. ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു എച്ച് ഈക്വൽ ടു 8. എന്നിട്ട് 9ൻ്റെ പകുതി ഇങ്ങനെ എടുത്തിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 2നെ പിടിച്ച് ഇങ്ങോട്ട് ഇടുക. അപ്പോൾ എന്ത് കിട്ടും? 9h ഈക്വൽ ടു 18 ഇൻറ്റു 2. അപ്പോൾ 9h ഈക്വൽ ടു 36. അപ്പോൾ h ഈക്വൽ ടു 36/9 4. നേരത്തെ ചെയ്ത മാതിരി നിങ്ങൾ ചെയ്യണ്ട. ചിലപ്പോൾ ചില കുട്ടികൾ സാർ 9ന് 2ന് കിട്ടുമ്പോൾ 4.5 ആവില്ലേ? 4.5ൻ്റെ ആവശ്യമില്ല. ഈ 2നെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ 9നെ പറഞ്ഞു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾ. യെസ്, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ചോദ്യമുണ്ട്. സിമ്പിൾ ചോദ്യമാണ്, വരയ്ക്കാനുള്ള ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം? വശങ്ങളുടെ നീളം 3, 4, 6 ആയ ഒരു ത്രികോണം വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ 3, 4, 6 ആണല്ലോ. നിങ്ങൾ ഏറ്റവും വലുത് 6നെ തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയും? ഒരു വശമായിട്ട് വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ പാദമായിട്ട് എടുത്തോ. 6 സെൻറ്റിമീറ്റർ പാദമായിട്ട് എടുക്കണം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കോമ്പസിൽ 4 എടുക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് 4 എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു കുത്തുക. എയിൽ കുത്തുക അല്ലെങ്കിൽ ബിയിൽ കുത്തുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാൻ എയിൽ കുത്തിയിട്ട് 4ലേക്ക് എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കാം. 4 എവിടെ നിന്ന്? എയിൽ കുത്തിയിട്ട് ഒരു ആർക്ക്. 4 സെൻറ്റിമീറ്റർ ആണ് ആർക്കിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഏകദേശം ഇവിടെയാണ് വരുന്നതെന്ന് വിചാരിച്ചോ? ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും കോമ്പസും സ്കെയിലും എടുക്കുക. കോമ്പസും സ്കെയിലും എടുത്തതിന് ശേഷം സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ബിയിൽ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പോൾ ഒരാർക്ക് ഇവിടെയും വരും. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക. അത്യാവശ്യം വരയ്ക്കുക കേട്ടോ. അതായത് എയിൽ കുത്തുക, കോമ്പസിൽ 4 എടുത്തതിന് ശേഷം ഒരാർക്ക് വരയ്ക്കുക. ബിയിൽ കുത്തുക, കോമ്പസിൻ്റെ കൂർപ്പ് ബിയിൽ കുത്തുക. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ കിട്ടുന്ന ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ട്രയാങ്കിളാണ് 3, 4, 6 എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ ഉള്ള ഒരു ത്രികോണം, ട്രയാങ്കിൾ. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ട അറിയാം? അപ്പോൾ ഇതൊന്ന് എഴുതി ചെല്ലണം കേട്ടോ. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യുക? ഒരു ത്രികോണം വരയ്ക്കുക. വരച്ചല്ലോ. ഇതേ പരപ്പളവുള്ള 2 വ്യത്യസ്ത മട്ട ത്രികോണം, സെയിം ഏരിയ ആവണം. ഏരിയയ്ക്ക് മാറ്റം വരാതെ, അതായത് പരപ്പളവിന് മാറ്റം വരാതെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞത്. റൈറ്റ് ട്രയാങ്കിൾ അല്ലാതെ സാധാരണ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ എത്ര വേണമെങ്കിലും വരയ്ക്കാം അല്ലേ? അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടോ? ഈ സി എന്ന് പറഞ്ഞ പോയിന്റ്, ആ സി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഒരു വര വരയ്ക്കുക. അതായത് ആ ഒരു പോയിന്റിലൂടെ നേരെ ഒരു വര വരയ്ക്കുക. പാരലൽ വരയ്ക്കണം കേട്ടോ. ഓക്കെ, പാരലായിട്ട് വരയ്ക്കണം. നേരെ ഒരു പാരലൽ വരയ്ക്കാം. അപ്പോൾ മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കറക്റ്റ് റൈറ്റ് തന്നെ വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? സാധാരണ ഈക്വൽ ഏരിയ ഉള്ള സെയിം പരപ്പളവുള്ളത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എങ്ങനെ വരച്ചാൽ മതി? ഇതൊരു സെയിം ആണ്. അല്ലെങ്കിൽ ഈ ബേസ് മാറാണ്ടത് സെയിം ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് മാറാതെ സെയിം ആണ്. ഇത് സെയിം ആണ്. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയാസ് ഒക്കെ സെയിം ആയിരിക്കും. ഈ ബേസ് മാറുന്നില്ലോ, എയും ബിയും മാറുന്നില്ലല്ലോ. പക്ഷെ ഇത് സാധാരണ ട്രയാങ്കിൾസ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യത്യസ്ത മട്ട ത്രികോണങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ്. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാണ്? നേരെ എയിൽ കുത്തിയിട്ട് നേരെ ഒരു വര വരയ്ക്കാം. നേരെ റൈറ്റ്. ആ റൈറ്റ്, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ വരച്ചാൽ പോരെ? കണ്ടോ, ഒരു റൈറ്റ് ട്രയാങ്കിളായി. കണ്ടോ, ഏതാണ് ആ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ഷെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചതാ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കണ്ടോ, സംഭവം മാറുന്നില്ലല്ലോ. നോക്ക്, എയും ബിയും തന്നെയാണ് അതിൻ്റെ 2 എൻഡ് പോയിന്റ്. കണ്ടോ, ഏരിയ സെയിം ആയിരിക്കും, മാറൂല. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വേറൊരു റൈറ്റ് ട്രയാങ്കിളിലൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. 2 വരയ്ക്കണമല്ലോ മിനിമം. അപ്പോൾ മിനിമം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണമെന്ന്. കണ്ടോ, നേരെ വരയ്ക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതൊന്ന് ജോയിൻ ചെയ്താൽ മതി. എക്ക് കണ്ടോ, അതും എന്താണ്? അതായത് എ ബി സി, അല്ലെങ്കിൽ ഇത് ഡി എന്ന് കൊടുക്കാം, ഇത് ഇ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ഏതാണ്? എ ബി ഡിയും റൈറ്റ് ട്രയാങ്കിളും, ഏരിയയും ഏരിയ പരപ്പളവും, അതുപോലെ റൈറ്റ് ട്രയാങ്കിൾ എ ബി ഇയും ഏരിയ പരപ്പളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഈ ബേസ് മാറുന്നില്ലല്ലോ, ഹൈറ്റും മാറുന്നില്ലല്ലോ. ഹൈറ്റ് എല്ലാവരുടെയും സെയിം അല്ലേ? ഇതൊക്കെ സെയിം ആണ്.
ബേസും ഹൈറ്റും മാറുന്നില്ലേ പിന്നെ പരപ്പളവിന് എന്താ മാറ്റം, ഏരിയക്ക് പിന്നെ എന്താ മാറ്റണം കുഞ്ഞോനെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. ആ പാരലൽ ലൈനിന്റെ പുറത്ത് വരച്ചിട്ട് ഈക്വലാ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ പാരലൽ ലൈൻമേൽ തന്നെ അത് വരണം, സമാന്തര വരയിൽ തന്നെ വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ആ ഒരു ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി ചെറിയൊരു കോൺസെപ്റ്റ് കൂടെ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്കൊക്കെ ചെയ്യാനുള്ള സമയവും നമ്മൾ ലൈവുകളിലൊക്കെ ഉണ്ടാവും, ലൈവുകളിലൊക്കെ വരണം നിങ്ങൾ. ഇതാണ് സാധനം. ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് പഠിക്കുക. ഏതാണ് കോൺസെപ്റ്റ് എന്നല്ലേ? വാ, യെസ്, ഇതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വൃത്തിക്ക് നമുക്ക് പഠിക്കാം. ചോദ്യം എന്താണെന്നില്ല, ആദ്യം കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ബ്രിഡ്ജ് മെറ്റീരിയലും കോൺസെപ്റ്റ് ആയിട്ടുള്ളത്. ആ കോൺസെപ്റ്റിലെ മെയിൻ സാധനം എന്താ നോക്കാം മക്കളെ. ഇതെന്താണ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താ സംഭവം, രണ്ട് ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഒരു നീല ത്രികോണമുണ്ട്, ഒരു പച്ച ത്രികോണമുണ്ട്. ഞാൻ ഈ നീല ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പോവാണേ. നീല ത്രികോണ പരപ്പളവ് ഏരിയ. നീല ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണല്ലോ. എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ആ ബി എന്ന് പറയുമ്പോൾ നീലേക്ക് മാത്രം നിങ്ങളെ ഫോക്കസ് വരിക കേട്ടോ. നീല ത്രികോണത്തിലെ ഈ ത്രികോണത്തിലേക്ക് മാത്രം ഒന്ന് നിങ്ങളുടെ ഫോക്കസ് വന്നേ. യെസ്, ഇതാണ് ത്രികോണം, കണ്ടോ? ആ ത്രികോണത്തിൽ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് കോൺസെപ്റ്റ് പഠിക്കാം. ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ എത്രയാണ് നോക്കാം നമുക്ക് അല്ലേ. എത്ര വരിക? ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് ബി. പാദം എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 2 ഇൻറ്റു എച്ച് ആണ് ഇത് 4. 2 ഇൻറ്റു ഈ 2 വെട്ടുമ്പോൾ എത്ര വരും? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ആ നീല ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ. ഞാൻ അതുപോലെ തന്നെ പച്ച ത്രികോണം ഉണ്ടല്ലോ ഇവിടെ. ദാ കുഞ്ഞോനെ ഇനി നോക്ക്, അവിടെ ഒരു പച്ച ത്രികോണം ഉണ്ട്. നമുക്ക് ഇവിടെ പച്ച എടുക്കാം. ആ പച്ച ത്രികോണം കണ്ടോ നിങ്ങൾ? ഇതാ കാണുന്നില്ല നിങ്ങൾ? പച്ച ത്രികോണം. ഓക്കെ, അതിന്റെ ബേസ്, അതിന്റെ ഏരിയ ഒന്ന് കാണാം. പച്ച അല്ലെങ്കിൽ ഗ്രീൻ ഏരിയ. എടാ, ഗ്രീൻ ഏരിയ പറഞ്ഞാൽ അതുപോലെ തന്നെ ഹാഫ് ബി എച്ച് ചെയ്യാം അല്ലേ. ഹാഫ് ബി എച്ച് ചെയ്ത് നോക്കട്ടെ. എന്താണ് ഞാൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം കേട്ടോ. ഹാഫ് ഇൻറ്റു ബിക്ക് പകരം നിങ്ങൾ എത്ര കൊടുക്കുക? 4 ഇൻറ്റു എച്ച്. ഇത് തന്നെയാണ് എച്ച് വരിക കേട്ടോ. എച്ച് എന്ന് പറഞ്ഞാൽ നേരെയുള്ള ഈ ഒരു ലെങ്ത്തിനെയാണ് എച്ച് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ 4 ഇൻറ്റു 4, 4ൽ 2 2 അപ്പോൾ 2 ഇൻറ്റു 4 എത്ര വരും? 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്ക്, ഇവിടെ ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? അംശബന്ധം. അതായത് നീലയും പച്ചയും തമ്മിലുള്ള റേഷ്യോ അല്ലേ. നീല ഈസ്റ്റ് പച്ച. എങ്ങനെയാണ് നീലയും പച്ചയും തമ്മിലുള്ള ആ പരപ്പളവുകളുടെ ഏരിയാസിന്റെ റേഷ്യോ എന്താ? നീലന്റെ എന്താണ്? 4:, പച്ചന്റെ എന്താണ്? 8. വെട്ടി ചെറുതാക്കുമ്പോൾ 4ൽ 4 ഒരെണ്ണം, 8ൽ 4 2 കത്തിയോ? ഞാൻ ഇപ്പം എന്താ ചെയ്തെന്ന് അറിയടാ. ഞാൻ ഈ ഒരു കാണിച്ചരാ. ഈ ഒരു ത്രികോണത്തിൽ ഈ പച്ച ത്രികോണത്തിന്റെയും നീല ത്രികോണത്തിന്റെയും ഏരിയകളുടെ പരപ്പളവുകളുടെ അംശബന്ധം കണ്ടത് അല്ലേ. അത്രയാണ് പരപ്പളവുകളുടെ അംശബന്ധം. എത്രയാണ്? പരപ്പളവ് ഏരിയാസിന്റെ റേഷ്യോ എന്താണ്? 1:2. എത്രയാണ്? 1:2. മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് അറിയടാ. ആ ഏരിയാസിന്റെ, അതായത് ആ പരപ്പളവുകളുടെ അംശബന്ധം തന്നെ ആയിരിക്കും ആർക്കുണ്ടാവുക എന്നറിയോ? ഈ താഴത്തുള്ള ഈ വലിയ ത്രികോണം കണ്ടില്ലേ, അതിനെ ആ ഒരു മൂലയിൽ നിന്ന് നേരെ മുറിച്ചിട്ട് 2 വശങ്ങളാക്കിയിരുന്നല്ലോ. 2 മുറിച്ചുണ്ടാക്കിയില്ലേ. ഏതൊക്കെയാണ് ആ മുറി? ഒരു മുറി ഈ 2 സെൻറ്റിമീറ്റർ, അതുപോലെ അടുത്ത മുറി ഏതാണ്? ഈ 4 സെൻറ്റിമീറ്റർ. അത് തമ്മിലുള്ള അംശബന്ധം സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. ഇത് ചെറുതാക്ക്. 2ൽ 2 ഒരെണ്ണം, 4ൽ 2 2. കണ്ടോ? പരപ്പളവുകളുടെ ഏരിയകളുടെ അംശബന്ധം 1:2 അല്ലേ. അത് തന്നെയാണ് താഴത്ത് ഈ ഒരു മുറി ഉണ്ടാക്കുന്ന 2 വശങ്ങൾ 2 മുറിച്ചില്ലേ, അതിന്റെ റേഷ്യോ, ആ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. മക്കളെ, കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഞാനൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോർ എക്സാമ്പിൾ കണ്ടോ, ഒരു ത്രികോണം വരച്ചു. ആ ത്രികോണത്തിൽ ഞാനിതാ അതിന്റെ ഒരു മൂലയിൽ നിന്ന് ഞാൻ വെറുതെ ഒരു വര വരച്ചു. 2 ത്രികോണമായിട്ട് മാറി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിന്റെ ഏരിയയും അതുപോലെ ഇതിന്റെ ഏരിയയും പരപ്പളവുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ആരൊക്കെ? ഇതിപ്പോൾ 1:2 ആണെന്ന് വിചാരിച്ചോ റേഷ്യോ. ഇതിന്റെ റേഷ്യോ, സൈഡ്സിന്റെ റേഷ്യോ 1:2 ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മഞ്ഞയും ഈ പച്ചയും തമ്മിലുള്ളതിന്റെ റേഷ്യോ എത്രയായിരിക്കും? ഈ മഞ്ഞയും പച്ചയും തമ്മിലുള്ള
ഏരിയ പരപ്പളവുകളുടെ റേഷ്യോ എത്ര ആയിരിക്കും? എടാ സൈഡിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഇതിനുണ്ടാവുക പരപ്പളവുകൾ കിട്ടോ റേഷ്യോയ്ക്ക്. കോൺസെപ്റ്റാണത്. അതാണ് നമ്മുടെ മെറ്റീരിയൽ പറഞ്ഞത്. ഇതാ ഒരു ത്രികോണത്തിലെ ഏതോ ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര, അതായത് ഏതോ ഒരു വർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന, അതാണ് ആ വർട്ടെക്സ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ രണ്ട് സൈഡ് രണ്ടെണ്ണമായിട്ട് മുറിയും. അതിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും ആർക്ക്? ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയയ്ക്ക്. ചോദ്യം എങ്ങനെ ചോദിക്കാന്നല്ലേ ഇപ്പം നിങ്ങൾക്ക് സംശയം? ഇത്രയേ ഉള്ളൂ. ചോദ്യം ചോദിക്കൽ എങ്ങനെയാ? ഇതാ സൈഡ്സിൻ്റെ റേഷ്യോ 1:2, വശങ്ങളുടെ റേഷ്യോ 1:2 ആണ്. റേഷ്യോ തന്നിട്ടുണ്ട്. ചിലപ്പോൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ വെട്ടി ചെറുതാക്കി റേഷ്യോ അംശബന്ധം ആക്കേണ്ടി വരും കേട്ടോ. ഇതാ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വശങ്ങളുടെ സൈഡ്സിൻ്റെ റേഷ്യോ 1:2, സൈഡ്സ് 1:2 ആണെന്ന് വിചാരിക്കും. ചോദ്യം ഇതാ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ ഏരിയാസ്, ട്രയാങ്കിളിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എത്ര? എടാ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 തന്നെ ആയിരിക്കും. കാരണം ഇതും ഏരിയ പരപ്പളവുകളുടെ റേഷ്യോ തന്നെ ആയിരിക്കും. ഇത് എന്ത് സുഖമുണ്ടല്ലേ? ആ ബ്രിഡ്ജ് മെറ്റീരിയലിൽ ആ ഒരു പോർഷനിൽ ആ ഒരു സാധനം നിങ്ങൾ കിടിലായിട്ട് പഠിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വരച്ച് എഴുതി വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ കമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുമുണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരീക്ഷ എന്നൊക്കെ സാറോട് നേരിട്ട് പറയണം. കാരണം നിങ്ങൾ എനിക്ക് തരാവുന്നതിൽ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങളോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. 2 വഴിയുണ്ട്. നേരിട്ട് പറയാം. എങ്ങനെ? ഇതാണ് ഇൻസ്റ്റാഗ്രാം ID, ഇതിലൂടെ അറിയിക്കാം. അല്ലെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് റീപ്ലൈ തരാൻ മാക്സിമം നോക്കാം. ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ആൾ ദ ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VCR. All the best, guys.